ഈ വീഡിയോയിൽ നമ്മൾ നോൺ പെർസിസ്റ്റൻ്റ് കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യം നോൺ പെർസിസ്റ്റൻ്റ് കണക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നോൺ പെർസിസ്റ്റൻ്റ് കണക്ഷനിൽ ഒരു TCP കണക്ഷൻ ഉണ്ടാവും. ആ ഒരു കണക്ഷൻ്റെ അകത്തായിരിക്കും നമ്മൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ റെസ്പോൺസ് ട്രിഗർ ചെയ്യേണ്ടത്. ഈ നോൺ പെർസിസ്റ്റൻ്റ് കണക്ഷൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആദ്യം ഒരു ക്ലയൻറ്റ് ഒരു TCP കണക്ഷൻ ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഈ റിക്വസ്റ്റ് എന്നിട്ട് സെർവറിന് കിട്ടും. സെർവർ അതനുസരിച്ചിട്ടുള്ളൊരു റെസ്പോൺസ് തിരിച്ച് സെൻഡ് ചെയ്യും. എന്നിട്ട് കണക്ഷൻ ക്ലോസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് ഈ ഒരു ഡാറ്റ സെർവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡാറ്റ അതിൻ്റെ അവസാനം വരയ്ക്കും റീഡ് ചെയ്തിട്ട് ഈ കണക്ഷൻ ക്ലയൻറ്റ് ക്ലോസ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് ഒരു നോൺ പെർസിസ്റ്റൻ്റ് കണക്ഷൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു 5 ഫോട്ടോ സെൻഡ് ചെയ്യണം. അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു കണക്ഷൻ 5 പ്രാവശ്യം ഓപ്പണും ചെയ്യണം ക്ലോസും ചെയ്യണം. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നം വേറൊന്നുമല്ല. കാരണം ഒരുപാട് ലോഡ് നമ്മൾ എടുക്കുകയാണ്. അതായത് ഓരോ കണക്ഷൻ ഓപ്പൺ ചെയ്ത് അതേപോലെ ക്ലോസ് ചെയ്യുമ്പോൾ സെർവറിന് ഒരുപാട് ഭയങ്കര ലോഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ കണക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഈ ഒരു നോൺ പെർസിസ്റ്റൻ്റ് കണക്ഷൻ മെത്തേഡിന് ഉണ്ട്. ഇനി പെർസിസ്റ്റൻ്റ് കണക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ പെർസിസ്റ്റൻ്റ് കണക്ഷൻ നമ്മൾ നോൺ പെർസിസ്റ്റൻ്റ് കണക്ഷനിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തത് റിസോൾവ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കണക്ഷൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ആ ഒരു കണക്ഷൻ്റെ അകത്ത് നമുക്ക് എന്തോരം റിക്വസ്റ്റ് വേണമെങ്കിലും നമുക്ക് അയക്കാനും പറ്റും. അതേപോലെ റെസ്പോൺസ് എന്തോരം വേണമെങ്കിലും അയക്കാൻ പറ്റും. പക്ഷെ നോൺ പെർസിസ്റ്റൻറ്റിൽ അതായിരുന്നില്ല അവസ്ഥ. ഓരോ റിക്വസ്റ്റും അതേപോലെ റെസ്പോൺസിനും ഓരോ കണക്ഷനായിരുന്നു. അപ്പോൾ ആ ഒരു ലോഡ് ഈ പറഞ്ഞ പോലെ റെഡ്യൂസ് ആയിട്ടുണ്ട് സെർവറിനെ സംബന്ധിച്ച്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ സെർവർ ക്ലോസ് ചെയ്യാനുള്ള ഇൻസ്റ്റൻസ് 2 രീതിക്കാണ്. ഒന്നെങ്കിൽ ആ കണക്ഷൻ ടൈം ഔട്ടായി പോകണം, അതല്ലെങ്കിൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യണം ഈ ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു റിക്വസ്റ്റ് കൊടുക്കുവാണെങ്കിൽ മാത്രമേ ആ ഒരു TCP കണക്ഷൻ ക്ലോസ് ആവത്തുള്ളൂ. മറ്റേതുപോലെ ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് അപ്പം തന്നെ സെർവർ കണക്ഷൻ ക്ലോസ് ചെയ്യത്തില്ല. സാധാരണഗതിക്ക് പെർസിസ്റ്റൻ്റ് കണക്ഷൻ്റെ അകത്ത് ഈ സെൻഡ് ചെയ്യുന്ന ആൾക്ക് ഒരു സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ ലെങ്ത് എന്തോരാണ് എന്നുള്ളത് കൂടെ ഈ റെസ്പോൺസിൻ്റെ കൂട്ടത്തിൽ സെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ചില കേസുകളിൽ ഈ അയക്കുന്ന ആൾക്ക് ഈ അയക്കുന്ന ഡാറ്റയ്ക്ക് എന്തോരം ലെങ്ത് ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ സെർവർ ക്ലയൻറ്റിൻ്റെ അടുത്ത് മുൻകൂട്ടി പറയും. അതായത് നമുക്ക് ഇതിൻ്റെ ലെങ്ത് അറിയത്തില്ല, അതുകൊണ്ട് ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന വരയ്ക്കും കണക്ഷൻ ഓപ്പൺ ആയിരിക്കും. ഡാറ്റ കംപ്ലീറ്റ് ആയാൽ മാത്രമേ കണക്ഷൻ ക്ലോസ് ചെയ്യത്തുള്ളൂ എന്ന് സെർവർ മുൻകൂട്ടി നമ്മളുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയും. അങ്ങനെ ക്ലയൻറ്റിന് ഈ ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഡാറ്റ റിസീവ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് റിസീവ് ആയി എന്നുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ പല ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. 480p കാണുന്നവരുണ്ട്, 720p കാണുന്നവരുണ്ട്. അങ്ങനെ പല ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു വീഡിയോ ഡൈനാമിക് ആയിട്ടാണ് ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ക്വാളിറ്റി ചേഞ്ച് ആവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ എന്തോരം ലെങ്ത് വരും എന്നുള്ളത് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള ലൈവ് സ്ട്രീം. അതെന്തോരം ഡ്യൂറേഷൻ വരെ ഉണ്ടെന്നുള്ളത് സെർവറിനോ ക്ലയൻറ്റിനോ മുന്നേ അറിയത്തില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു TCP കണക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കും. ആ ഒരു ലൈവ് സ്ട്രീം തീരുന്ന വരയ്ക്കും അത് ഓപ്പൺ ചെയ്യും. കണക്ഷൻ ക്ലോസ് ആവുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലൈവ് സ്ട്രീം ക്ലോസ് ആവുമ്പോൾ, അതല്ലെങ്കിൽ അവസാനിക്കുമ്പോൾ ആണ് കണക്ഷനും ക്ലോസ് ആവുക.